നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് 25,000 രൂപ സേവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. 25,000 രൂപ സേവ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നേ നമ്മളെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന്. അപ്പം നമ്മൾ ടോട്ടൽ 5 വെബ്സൈറ്റാണ് ഇതുവരെ ആയിട്ട് ഉപയോഗിച്ചത്. 5ാമത്തെ വെബ്സൈറ്റാണ് നമ്മൾ ഇന്നലെ ചെറിയ രീതിയിൽ റിബൺ കട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അത് ഒരു 1 പേജ് വെബ്സൈറ്റ് എന്നൊക്കെ പറയാം. അന്ന് നമുക്ക് ഇത്ര പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നത്. പിന്നെ അതിൻ്റെ ഡൊമൈനൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അത് സെറ്റ് ആയില്ല നമുക്ക്. ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. ഒരു 2 വർഷം കൊണ്ട് ഒരു 10-60 രൂപ നമുക്ക് മന്ത്ലി ഫീസായിട്ട് തന്നെ പോയിട്ടുണ്ട്. ലൈക്ക് ഒരു മാസം ഷോപ്പിഫൈ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ 2,000 ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. പ്ലസ് GST അത് ഇതെല്ലാം കൂടി എങ്ങനെയാണ് 2,300 to 400 കട്ടാവും. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈന് പകരം ഓഫ്ലൈൻ പോയി എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഓൺലൈന് നല്ലതാണ്, ഓൺലൈനിൽ തന്നെ ഫോക്കസ് ചെയ്യുക. എന്ത് ബിസിനസ് ആണെങ്കിലും കഴിയുന്നതും സ്റ്റാർട്ടിങ്ങിൽ ഓൺലൈൻ ചെയ്യുക. ശരിയാണ്, ഓൺലൈൻ ഫ്രീ ഒന്നല്ല, എക്സ്പെൻസ് ഉണ്ട് ഇല്ലെന്നല്ല, ബട്ട് എന്നാലും റിട്ടേൺ ഈസ് ദെയർ ആക്ച്വലി. അങ്ങനെ അതിനുശേഷം ബാക്കി വരുന്ന വെബ്സൈറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയ ഷോപ്പിഫൈ തന്നെയാണ്. ഷോപ്പിഫൈയിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ കോഡിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ChatGPT ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ കോഡിംഗ് ഒക്കെ പഠിക്കുന്നത് സ്വന്തമായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തന്നെ പിന്നെ കോഡ് ചെയ്തിട്ടും വെബ്സൈറ്റ് ഉണ്ടാക്കി. ലാസ്റ്റ് ഉണ്ടായിരുന്ന വെബ്സൈറ്റ് അത്യാവശ്യം കോഡൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. വെബ്സൈറ്റ് നല്ലതാണ്, വെബ്സൈറ്റ് അല്ല എന്നൊന്നും പറയുന്നില്ല. അതിൽ ഓർഡർ വരുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല, നമുക്ക് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി കോഡിംഗ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത വെബ്സൈറ്റ് ഉണ്ട്. അത് WooCommerce വെച്ചിട്ടാണ് ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത്. പ്ലസ് ഇനീഷ്യലി നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വേറെ ഒരു 5 പൈസ ചിലവില്ല. ഇനിയിപ്പോൾ ഇപ്പം ഷോപ്പിഫൈ ഞാൻ കഴിഞ്ഞ ഒരു വർഷം മാത്രം 25 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം എനിക്ക് 25,000 ഉറുപ്പ്യ സേവ് ആണ്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ഇനി ഷോപ്പിഫൈ ഉപയോഗിക്കേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഷോപ്പിഫൈയിൽ ബെനിഫിറ്റ് ഇല്ലെന്നല്ല, വളരെ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൊടുക്കുന്ന പൈസ 25,000 രൂപ ഒരു വർഷത്തേക്ക് വെറുതെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു വൺ ടൈം ഒരു 5-10 രൂപ ചിലവാക്കിയിട്ട് ഒരു സിംഗിൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക. അതിൽ കൂടുതൽ വരൂല വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. ആ പൈസയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈഫ് ടൈം പിന്നെ വലിയ കാര്യമായിട്ട് എക്സ്പെൻസ് ഒന്നുമല്ല. ഇയർലി ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുക, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതും പറയാം. പോരാത്തതിന് ഈ ഇന്നലെ ചെയ്ത വെബ്സൈറ്റിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, എന്നാൽ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. സോ ദിസ് ഈസ് Day 10 explaining my business through myself. It's me, Amal Girichara.